നമ്മൾ ഫാമിലിയിലേക്ക് ഒരു കാറ് വാങ്ങാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ കൂടുതൽ പേരും പ്രിഫർ ചെയ്യുന്ന ഒരു ഇന്ത്യൻ ബ്രാൻഡിൻ്റെ വാഹനം വാങ്ങണമെന്നാണ്. അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പല വിദേശ ബ്രാൻഡുകളും ഇന്ത്യയിൽ ഒരുപാട് നാളുകളായിട്ട് വർക്ക് ചെയ്യുകയും പെട്ടെന്ന് തന്നെ നിർത്തി പോവുകയും ചെയ്യുമ്പോൾ നമുക്ക് ആ സർവീസിനെ കുറിച്ചുള്ള ആവലാതിയാണ് മിക്കവരെയും ഇന്ത്യൻ ബ്രാൻഡുകളിലേക്ക് അടുപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ ബ്രാൻഡുകൾ മറ്റ് യൂറോപ്യൻ ബ്രാൻഡുകളെ പോലെ തന്നെ കൂടുതൽ എഫിഷ്യൻറ്റും റിലയബിളും ആവുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടൂ വീലറുകൾ വാങ്ങുമ്പോഴും നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഇന്ത്യൻ ബ്രാൻഡുകളെ തന്നെയാണ്. അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബ്രാൻഡുകൾ എന്നും ഇന്ത്യയിൽ ഉണ്ടാവുന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇന്ത്യയിൽ നിന്നും വിശ്വസിച്ച് വാങ്ങാവുന്ന ഒരു സ്പോർട്സ് ബൈക്കുമായിട്ട് നമ്മുടെ TVS കുറച്ച് നാളുകൾക്ക് മുമ്പ് വരികയുണ്ടായി. അതാണ് നമ്മുടെ അപ്പാച്ചെ RR 310. TVSനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കാലങ്ങളായിട്ട് ഇന്ത്യയിൽ മോപ്പഡ് മുതൽ ഈ RR 310 വരെയുള്ള വാഹനങ്ങൾ വിറ്റ് വിശ്വാസ്യത കൈവരിച്ചൊരു ബ്രാൻഡാണ് നമ്മുടെ TVS. അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്നത് TVSൻ്റെ RR 310 ഒരു അപ്ഡേറ്റഡ് വെർഷനാണ്. ഇതിന് മുമ്പുണ്ടായ വെർഷനിൽ നിന്നും ഒരുപാട് മാറ്റങ്ങളായിട്ട് വന്നിരിക്കുന്ന ഈ അപ്ഡേറ്റഡ് വെർഷൻ്റെ വിശേഷം നമുക്കൊന്ന് കണ്ടിട്ട് വരാം. നമസ്കാരം, ലൈഫ് സൈക്കിളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്നത് TVSൻ്റെ ഫ്ലാഗ്ഷിപ്പ് മോഡലായ RR 310 അപ്ഡേറ്റഡ് മോഡലാണ്. RR 310 അപ്ഡേറ്റഡ് വെർഷൻ വന്നപ്പോൾ പഴയ മോഡലിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് പഴയ മോഡലിൽ നിന്നും പുതിയ മോഡലിലേക്ക് വന്നപ്പോൾ ഉണ്ടായിട്ടുള്ളതെന്ന് നമുക്ക് എന്തായാലും ചുറ്റി നോക്കിയിട്ട് വരാം. നമ്മുടെ RR 310 ഡിസൈൻ ഘടകങ്ങളിലേക്ക് വരുമ്പോൾ TVS പറയുന്നത് നമ്മുടെ ഡെഡ്ലി പ്രെഡേറ്ററായ ഷാർക്കിൻ്റെ ഡിസൈനെ ഇൻസ്പയർഡ് ചെയ്തിട്ടാണ് നമ്മുടെ RR 310 ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്നാണ്. അത് നമ്മുടെ RR 310 ചുറ്റും കാണുമ്പോഴും നമുക്ക് വ്യക്തമാവുന്നുമുണ്ട്. അതായത് നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ആ ഫ്രണ്ടിലെ ഷാർപ്നെസ് ആയാലും നമ്മുടെ ബാക്കിലെ ടെയിൽ പോർഷൻ്റെ ഇപ്പോൾ കാണിച്ചു തരാം. നമ്മുടെ ടെയിൽ പോർഷൻ്റെ ആ ഭാഗത്ത് കണ്ടോ, നമ്മുടെ എക്സോസ്റ്റിൻ്റെയും ടെയിൽ പോർഷൻ്റെ ഗ്യാപ്പിൽ വരുന്ന ഭാഗമായാലും ഷാർക്കിനെ ഇൻസ്പയർഡ് ചെയ്ത ഭാഗമായിട്ട് നമുക്ക് ശരിക്കും വെളിവാവുന്നുമുണ്ട്. ഇനി RR 310 ഫ്രണ്ട് ഡിസൈനിലേക്ക് വരുമ്പോൾ ബൈ LED പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് ആണ് RR 310 കൊടുത്തിരിക്കുന്നത്. ഇത് സെഗ്മെൻറ്റ് ഫസ്റ്റ് ആണെന്നാണ് TVSൻ്റെ അവകാശവാദവും. പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ അടിയിലായിട്ട് എയർ ഇൻടേക്കുകളും കൊടുത്തിട്ടുണ്ട്. അത് എയറോഡൈനാമിക്സിൻ്റെ ഭാഗമാണ്. പിന്നെ എയറോഡൈനാമിക്സിൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു സാധനമാണ് ഇത് വിൻലെറ്റ്സ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ഹയർ സ്പീഡുകളിൽ കൂടുതൽ ഡൗൺ ഫോഴ്സ് ഈ വാഹനത്തിന് പ്രൊവൈഡ് ചെയ്യാനുള്ളതാണ് ഇതിൻ്റെ ഒരു പർപ്പസ്. പിന്നെ വിംഗ്ലെറ്റ്സിൻ്റെ അടിയിലായിട്ട് LED ടേൺ ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ രണ്ട് ബൈ LED ഹെഡ്ലൈറ്റ്സിൻ്റെ നടുവിലായിട്ടാണ് നമ്മുടെ TVSൻ്റെ ലോഗോ കൊടുത്തിരിക്കുന്നതും അതിന് മുകളിലായിട്ട് ലൈസൻസ് പ്ലേറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയൊരു വിൻവൈസർ നമ്മുടെ RR 310 കൊടുത്തിട്ടുണ്ട്. ഇത് ടെസ്റ്റ് ഡ്രൈവ് വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ ഇവിടെ ടെസ്റ്റ് ഡ്രൈവ് എന്ന് സിൽവർ കളറിൽ അവർ ഒട്ടിച്ച് വെച്ചിട്ടുമുണ്ട്. പിന്നെ ഈ ഹെഡ് ലാമ്പ് യൂണിറ്റിൻ്റെ ഭാഗങ്ങളിൽ തന്നെയാണ് നമ്മുടെ റിയർ വ്യൂ മിറേഴ്സും അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം വിട്ടുപോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹെഡ് ലാമ്പ് യൂണിറ്റിൻ്റെ സൈഡിലായിട്ട് തന്നെ രണ്ട് ചെറിയ DRLസും കൊടുത്തിട്ടുണ്ട്. അത് വളരെ ഭംഗിയായിട്ടുമുണ്ട്. ഇനി ഈ വാഹനത്തിൻ്റെ സസ്പെൻഷനിലേക്ക് വരുമ്പോൾ ഫ്രണ്ടിലൊരു ഇൻവെർട്ടഡ് കാട്രിഡ്ജ് ടെലസ്കോപ്പിക് സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. പുറകിലേക്ക് വരുമ്പോൾ ഒരു മോണോ ഷോക്ക് സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ടയറിലേക്ക് വരുമ്പോൾ ഒരു 110, 70, 17 മെഷ്ലിൻ്റെ ട്യൂബ്ലെസ് ടയേഴ്സാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. പുറകിലേക്ക് വരുമ്പോൾ 150, 60, 17 മെഷ്ലിൻ്റെ തന്നെ ട്യൂബ്ലെസ് ടയേഴ്സാണ്. ഈ ടയേഴ്സിനൊരു പ്രത്യേകതകളെന്ന് വെച്ചാൽ ഈ ടയറിൻ്റെ സെൻറ്റർ ഭാഗത്ത് കുറച്ച് ഹാർഡ്നെസ് കൂടിയ കോമ്പൗണ്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിന് ഒരു 20,000 കിലോമീറ്ററെങ്കിലും നമുക്ക് ഒരു ടയറിന് മൈലേജ് ലഭിക്കുകയും ചെയ്യും. പിന്നെ ഈ വാഹനത്തിൻ്റെ ടയറുകൾ നല്ല റോഡ് ഗ്രിപ്പ് തരുന്ന ടയറുകളാണ്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് റൈഡിങ്ങിൽ ഈ ടയറുകളെ കുറിച്ചും ബ്രേക്കുകളെ കുറിച്ചൊക്കെ പറയാം. പിന്നെ നമ്മുടെ ഈ ബ്രേക്ക് വന്നിരിക്കുന്നത് 300 mm പെറ്റൽ ഡിസ്ക് ബ്രേക്കാണ് വന്നിരിക്കുന്നത്. പുറകിലേക്ക് വരുമ്പോൾ 240 mm തന്നെ പെറ്റൽ ഡിസ്ക് ബ്രേക്കാണ്. അതിൽ ഡ്യുവൽ ചാനൽ ABSും ഈ വാഹനത്തിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കോർണറിങ് ABS എന്ന് പറഞ്ഞൊരു വേറൊരു സംവിധാനവും ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സേഫ്റ്റി ബ്രേക്കിൻ്റെ വശത്തായാലും ഹാൻഡ്ലിങ്ങിൻ്റെ വശത്തായാലും ഒരുപാട് സേഫ്റ്റി മെഷേഴ്സുകൾ നമ്മുടെ TVSൻ്റെ RR 310 TVS കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ RR 310 വശക്കാഴ്ചകളിലേക്ക് വരുമ്പോൾ ഒരു ഫുൾ ഗ്രോൺ സ്പോർട്സ് ബൈക്കിൻ്റെ രൂപമാണ് നമ്മുടെ RR 310 ഉള്ളത്. അതായത് ഒരു പൂർണ്ണ വളർച്ചയെത്തിയ ഒരു സ്പോർട്സ് ബൈക്കിൻ്റെ രൂപം തന്നെയാണ് നമ്മുടെ RR 310 TVS നൽകിയിരിക്കുന്നത്. ഇനി RR 310 എഞ്ചിനിലേക്ക് വരുമ്പോൾ ഒരു 312.2 cc സിംഗിൾ സിലിണ്ടർ 4 സ്ട്രോക്ക് ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ്റെ കൺസ്ട്രക്ഷനിൽ ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ വാഹനത്തിൻ്റെ പിസ്റ്റണും മറ്റു ഭാഗങ്ങളും അടങ്ങുന്ന ഭാഗം ഫ്രണ്ടിലേക്ക് ഇൻക്ലൈൻഡ് ആണെന്നുണ്ടെങ്കിൽ ഇത് റിവേഴ്സ് ഇൻക്ലൈൻഡ്
പൊസിഷനിലാണ് ടി വി എസ് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ എൻജിൻ ബ്ലോക്ക് ഹൊറിസോണ്ടലി അസംബിൾഡ് പൊസിഷനിലാണ് ടി വി എസ് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടേക്ക് വരുമ്പോൾ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ക്ലച്ച് അവർ കൊടുത്തിരിക്കുന്നത് കാണാം. അതിൻ്റെ താഴെയായിട്ടൊരു ടി വി എസ് റേസിംഗ് എന്നുള്ളൊരു ബാഡ്ജിങ് കാണാം. പിന്നെ ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത് സ്ലിപ്പർ ക്ലച്ചാണ് കൊടുത്തിരിക്കുന്നത്. സ്ലിപ്പർ ക്ലച്ചിനൊപ്പം ബയോഡയറക്ഷണൽ ക്വിക്ക് ഷിഫ്റ്റും ഈ വാഹനത്തിന് നൽകിയിട്ടുണ്ട്. പിന്നെ ഈ വാഹനത്തിൻ്റെ പവർ ഫിഗേഴ്സിലേക്ക് പോകുമ്പോൾ ഒരു 38 PS പവറാണ് ഈ വാഹനം ഉൽപ്പാദിപ്പിക്കുന്നത്. അത് 9800 RPM-ലാണ് 38 PS പവർ ഈ വാഹനം ഉൽപ്പാദിപ്പിക്കുന്നത്. പിന്നെ 29 Nm ടോർക്കാണ് ഈ വാഹനം ഉൽപ്പാദിപ്പിക്കുന്നത്. അതും 7600 RPM-ലാണ് 29 തന്നെ ടോർക്ക് ഉൽപ്പാദിപ്പിക്കുന്നത്. പിന്നെ ഈ വാഹനത്തിൻ്റെ എക്സോസ്റ്റിലേക്ക് വരുമ്പോൾ മുൻ മോഡലിൽ ഉണ്ടായിരുന്ന അതേ എക്സോസ്റ്റ് പൈപ്പ് തന്നെയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ മാറ്റങ്ങളൊന്നും വരുത്താൻ ടി വി എസ് ശ്രമിച്ചിട്ടില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈലൻസറിൽ പണിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എഞ്ചിനീയറിംഗ് വർക്ക്സുകൾ അതിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ എമിഷൻ നോംസ് മീറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. പിന്നെ ഈ വാഹനത്തിൻ്റെ എക്സോസ്റ്റ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ പീസാണ്. അതായത് നമ്മുടെ എൻജിൻ ബ്ലോക്ക് മുതൽ ഒറ്റ പൈപ്പായിട്ടാണ് ഈ എക്സോസ്റ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ അതും ഒന്ന് റീഡിസൈൻ ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഈ വാഹനത്തിൻ്റേതായ ഒരു സ്പോർട്ടി സൗണ്ട് പിന്നെ ഒരു എക്സോസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ടി വി എസ് ആ സെയിം എക്സോസ്റ്റ് പൈപ്പ് തന്നെയാണ് ഈ വാഹനത്തിൽ നിലനിർത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ എക്സോസിൻ്റെ കാര്യം പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് എക്സോസ് സൗണ്ട് കേൾക്കുക എന്നുള്ളത് ഒരു ഘടകമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വാഹനത്തിൻ്റെ എക്സോസ് സൗണ്ട് എങ്ങനെയെന്ന് പരിശോധിച്ചിട്ട് വരാം. അപ്പോൾ നമ്മൾ ന്യൂട്രലേക്ക് പ്ലേസ് ചെയ്തു, മൈക്കൂരി കൈ പിടിച്ചേക്കാണ്. എന്നിട്ട് നമുക്ക് വാഹനത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ RR310 എക്സോസ് നോട്ട്? വളരെ സ്പോർട്ടി ആയിട്ടുള്ള എക്സോസ് നോട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ പ്രീവിയസ് മോഡൽ ഉണ്ടായിരുന്ന അതേ എക്സോസ് നോട്ട് തന്നെയാണ് നമ്മുടെ ഈ വാഹനത്തിന് ഇപ്പോഴും ഉള്ളത്. ഇനി നമ്മുടെ RR310 സീറ്റ് ഹൈറ്റിലേക്ക് വരുമ്പോൾ 786 mm ആണ് നമ്മുടെ RR310 സീറ്റ് ഹൈറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഒരു 5-8 എനിക്ക് എങ്ങനെ ഉണ്ടാവും ഈ വാഹനത്തിൽ കയറി ഇരുന്നാലുള്ള നമുക്കൊന്ന് കയറി ഇരുന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ കയറി ഇരുന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എനിക്ക് നല്ല രീതിയിൽ ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ നീസൊക്കെ ബെൻഡായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഒരു 174 കിലോ ഭാരമാണ് നമ്മുടെ വാഹനത്തിന് വരുന്നുള്ളത്. അത് ലൈറ്റർ വെയിറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ട്രാഫിക്കിലൊക്കെ നല്ല രീതിയിൽ വാഹനത്തെ കൺട്രോൾ ചെയ്യാനും സാധിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വാഹനത്തിൻ്റെ ഫുഡ് പ്ലേക്കിലേക്ക് കാല് കയറ്റിയിരുന്ന ഹാൻഡിൽ പിടിച്ച് കഴിഞ്ഞാൽ ഒരു അപ്രൈറ്റ് പൊസിഷനും മുകളിലായിട്ട് നമുക്ക് ഫ്രണ്ടിലേക്ക് ചാഞ്ഞിരിക്കുന്നൊരു പൊസിഷനാണ് നമുക്ക് ലഭിക്കുന്നത്. സാധാരണ എല്ലാ സ്പോർട്സ് ബൈക്കിലും ലഭിക്കുന്ന ഒരു പൊസിഷൻ തന്നെയാണ്. പിന്നെ ഈ വാഹനത്തിൻ്റെ സീറ്റിങ്ങിൻ്റെ കുഷനിലേക്ക് വന്നാൽ അധികം ഹാർഡും അല്ല അധികം സോഫ്റ്റും അല്ലാത്തൊരു സീറ്റിംഗ് ആണ് നമ്മുടെ RR310 കൊടുത്തിരിക്കുന്നത്. ഇത് നല്ല വിഡ്ത്തുള്ള സീറ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ഇരിക്കാനുള്ളൊരു ഭാഗവും ഇതിന് ലഭിക്കുന്നുണ്ട്. പിന്നെ പുറകിലെ സീറ്റിലേക്ക് വരുമ്പോൾ ഒരു ചെറിയൊരു പോർഷൻ മാത്രമാണ് പുറകിലെ സീറ്റ്. എനിക്ക് തോന്നുന്നു പുറകിലെ യാത്ര അത്ര കംഫർട്ടബിൾ ആകാൻ വഴിയില്ലാന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ RR310 ഷാസിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ട്രെലിസ് ഫ്രെയിം സ്പ്ലിറ്റ് ഷാസിയാണ് നമ്മുടെ ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. ഈ ഷാസിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉയർന്ന വേഗതയിലൊക്കെ നല്ല സ്റ്റെബിലിറ്റിയും നല്ല കോൺഫിഡൻസും തരുന്ന ഒരു ഷാസിയാണ് നമ്മുടെ ഈ RR310 ടി വി എസ് നൽകിയിരിക്കുന്നത്. നമ്മുടെ വാഹനത്തിൻ്റെ ടാങ്കിലേക്ക് വരുമ്പോൾ നല്ല മസ്കുലർ ആയിട്ടുള്ള ടാങ്കാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഇവിടെ ആയിട്ട് ടി വി എസിൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് RR310 എന്നുള്ള ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ E20 ഫ്യൂവലാണ് നമ്മൾ ഇതിൽ അടിക്കുന്നത്. അതായത് 20% എത്തനോളുള്ള പെട്രോളാണ് നമ്മൾ ഈ വാഹനത്തിൽ അടിക്കുന്നത്. പിന്നെ നമ്മുടെ RR310 ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വരുമ്പോൾ ഒരു വെർട്ടിക്കൽ പൊസിഷനിൽ അലൈൻ ചെയ്തിരിക്കുന്ന ഒരു 5 ഇഞ്ചിൻ്റെ മൾട്ടി കളേർഡ് മൾട്ടി ഇൻഫർമേഷൻ ഡിസ്പ്ലേ ആണ് നമ്മുടെ RR310 കൊടുത്തിരിക്കുന്നത്. നമുക്ക് എന്തായാലും ഒന്ന് ഇഗ്നിഷൻ ഓൺ ആക്കുമ്പോൾ അതിൻ്റെ ആനിമേഷൻസ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഓണാക്കി നോക്കാം. അപ്പോൾ ഓണാക്കുന്നു പറഞ്ഞാൽ ടി വി എസിൻ്റെ ഒരു ലോഗോ വന്നു, റേസിംഗിൻ്റെ ഒരു ലോഗോ വന്നു. പിന്നെ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഒരു ലൈറ്റ് തീമിലേക്കാണ് വന്നിരിക്കുന്നത്. ഇതിലിപ്പോൾ ഇവിടെ സ്പീഡോമീറ്റർ, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, എൻജിൻ ടെമ്പറേച്ചർ, ഫ്യൂവൽ, ഇവിടെ നമ്മുടെ വാഹനത്തിൻ്റെ മോഡ് ഏതാണെന്നുള്ളത്. നമ്മുടെ വാഹനത്തിന് 4 മോഡുകളാണുള്ളത്. അതിൻ്റെ ഇവിടെ അർബൻ എന്നുള്ളൊരു ഇത് കൊടുത്തിട്ടുണ്ട്. റെയിൻ, സ്പോർട്ട്, ട്രാക്ക് എന്നിങ്ങനെ വേറെ 3 മോഡലുണ്ട്. അതിവിടെ
മോഡ് സ്വിച്ച് മാറ്റുമ്പോൾ നമുക്കിവിടെ കാണാവുന്നതാണ്. പിന്നെ ഈ ഇൻഫർമേഷൻ ഡിസ്പ്ലേയിൽ TVSൻ്റെ സ്മാർട്ട് കണക്ട് എന്നൊരു ടെക്നോളജിയും TVS ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുവഴി നമുക്ക് നാവിഗേഷനും ഫോൺ കണക്ഷനൊക്കെ സാധ്യമാവുന്നതാണ്. പിന്നെ നമ്മുടെ വാഹനത്തിൻ്റെ റിയർ വ്യൂ മിററിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞു നമ്മുടെ ഫ്രണ്ട് ഫെയറിംഗിൽ തന്നെയാണ് റിയർ വ്യൂ മിററിനെ ഘടിപ്പിച്ചിരിക്കുന്നത്. ഇത് റൈഡിൽ നല്ല വിസിബിലിറ്റി തരുന്നൊരു മിറർ തന്നെയാണ്. പിന്നെ ഈ മിററിൻ്റെ എയറോഡൈനാമിക്സും നല്ല രീതിയിൽ കൂട്ടാൻ വേണ്ടി നമ്മുടെ TVS ഒരുപാട് പണിയെടുത്തിട്ടുണ്ടെന്ന് നമുക്ക് പറയാനാകും. ഇനി നമ്മുടെ RR 310 TVS ഒരു കാര്യം പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ ടെയിൽ ലൈറ്റിൻ്റെ ഡിസൈൻ ഉണ്ടല്ലോ, അത് സ്നേക്കിൻ്റെ ഫാഗിനോട് ഉപമിച്ചിരിക്കുകയാണ് നമ്മുടെ TVS. അതായത് നമ്മുടെ സ്നേക്ക് ബൈറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞാൽ 2 പല്ലുകളില്ലേ, അതിനോട് ഉപമിച്ചിട്ടാണ് നമ്മുടെ ഈ ടെയിൽ ലൈറ്റിനെ TVS പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ TVS നേരത്തെ പറഞ്ഞു നമ്മുടെ വാഹനത്തിൻ്റെ മൊത്തം ഡിസൈൻ നമ്മുടെ ഒരു പ്രെഡേറ്ററായ ഷാർക്കിനെ ഇൻസ്പയർഡ് ചെയ്തിട്ടാന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ സ്നേക്ക് ഫാക്സിനെ, അതായത് സ്നേക്കിൻ്റെ 2 പല്ലുകളെ, വെനം ഇഞ്ചെക്ട് ചെയ്യാനുള്ള പല്ലുകളെ ഇൻസ്പയർഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ടെയിൽ ലൈറ്റ്സ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. പിന്നെ പുറകിലായിട്ടൊരു വലിയ വിഡ്ത്ത് കൂടിയൊരു ടയർ ഹഗ്ഗർ കൊടുത്തേക്കണം. ഇത് ശരിക്കും വാഹനം ഉപയോഗിക്കുന്ന ആൾക്കല്ല ഇത് ഉപകാരപ്പെടുന്നത്, പുറകിൽ വരുന്ന വാഹനങ്ങളിലുള്ളവർക്കാണ് ഈ ടയർ ഹഗ്ഗറിൻ്റെ ഉപയോഗം വരുന്നത്. എന്താണെന്ന് വെച്ചാൽ മഴയുള്ള സമയത്തൊക്കെ ഒരുപാട് മഡ് ഇങ്ങനെ തെറിച്ച് നമ്മുടെ മേത്തേക്കാവും പുറകിൽ വരുന്നവരുടെ, അവർക്കായിട്ടാണ് നമ്മുടെ വാഹനങ്ങളിൽ ടയർ ഹഗ്ഗർ വെച്ചിരിക്കുന്നത്. എനിക്ക് ഈ സ്പോർട്സ് ബൈക്കുകൾ ഉപയോഗിക്കുന്നവരെ അല്ലെങ്കിൽ ഏത് ബൈക്കുകൾ ഉപയോഗിക്കുന്നവരുടെ റിക്വസ്റ്റ് ഉള്ളത് വെച്ചാൽ ഈ ടയർ ഹഗ്ഗർ ഒരിക്കലും ഊരിക്കളയരുത്. ഇപ്പോൾ പുറകിൽ വരുന്ന ഒരാൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോകുന്നതാണ്, അയാളുടെ മേത്ത് ചെളിയായുള്ള ആളുടെ ഒരു മാനസികാവസ്ഥ നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടതാണ്. പിന്നെ ഈ വാഹനത്തിൻ്റെ ഇതിലേക്ക് വരുമ്പോൾ ഓപ്പൺ ചെയിൻ സെറ്റപ്പാണ് നമ്മുടെ RR 310 വന്നിട്ടുള്ളത്. അതിന് മുകളിലായിട്ട് ഫൈബറിൻ്റെ ഒരു കവറിങ്ങും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും പുതിയ RR 310 വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഈ വാഹനം ഒന്ന് ഓടിച്ച് നോക്കുമ്പോഴുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. അപ്പോൾ നമുക്ക് നമ്മുടെ RR 310 ഓടിച്ച് നോക്കിയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ റിവ്യൂവിൻ്റെ ഇടയിൽ നമുക്കൊരാൾക്കൊരു സ്പെഷ്യൽ താങ്ക്സ് പറയാനുണ്ട്. നമുക്ക് ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി സ്വന്തം വീട്ടിൽ ലാൻഡ്സ്കേപ്പ് ചെയ്തൊരു സ്ഥലം ഒരുക്കി തന്ന മൈജോ ചേട്ടനാണ്. അപ്പോൾ നമ്മുടെ ഈ തൃശ്ശൂർക്കാരനായ മൈജോ ചേട്ടൻ തികഞ്ഞൊരു വാഹനപ്രേമിയും അതുപോലെ ഒരു ബിസിനസ്മാനും ആണ് കേട്ടോ. അപ്പോൾ ആൾക്ക് എന്തായാലും ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയുകയാണ്. പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോസിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വീഡിയോസിൽ വാഹനങ്ങൾ ഒരു ബമ്പി ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ Insta360 പോളിൽ സെറ്റ് ചെയ്തിട്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ആ ബമ്പി ഫീൽ കിട്ടുന്നത്. അതെന്തായാലും നിങ്ങൾ ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ RR 310 ലുക്സിലേക്ക് വന്നാൽ ആരുടെയും തല വെട്ടിച്ച് നോക്കിക്കുന്ന രീതിയിലുള്ള ഒരു ലുക്സാണ് കേട്ടോ നമ്മുടെ RR 310 വന്നിട്ടുള്ളത്. ഞാനിപ്പോൾ വണ്ടി ടെസ്റ്റ് ഡ്രൈവിനായിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ആൾക്കാർ ഭയങ്കരമായിട്ട് ഈ വാഹനം ഏതാണെന്നറിയാൻ വേണ്ടി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇവൻ്റെ എക്സോസ്റ്റ് നോട്ട് ഒന്ന് ക്ലച്ച് പിടിച്ച് റെവ് ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ, ഇവൻ്റെ നമ്മളെ നാട്ടുകാർ ഊട്ടിച്ചിട്ട് അടിക്കുന്ന രീതിയിലുള്ള എക്സോസ്റ്റ് നോട്ടാണ് കേട്ടോ ഇവൻ്റെ എക്സോസ്റ്റിൽ നിന്ന് വരുന്നത്. പിന്നെ ഇവൻ്റെ റൈഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്ക് നമുക്ക് ഇവനെ കോർണർ ചെയ്യാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അത് മെഷ്ലിൻ്റെ M5 എന്ന് പറഞ്ഞ ടയറിൻ്റെ ഗ്രിപ്സും കൂടി ആകുമ്പോൾ നല്ല രീതിക്ക് കോർണറിൽ നല്ല കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്. നല്ലൊരു സ്റ്റെബിലിറ്റി തന്നെയാണ് കേട്ടോ ഇവനെ ഒന്ന് കോർണർ ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇതിൽ ഇവൻ്റെ സസ്പെൻഷനും ഷാസിയൊക്കെ കോർണറിൽ നിന്ന് ഈ സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടി നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. ഈ RR 310 കൊടുത്തിരിക്കുന്ന ഈ ട്രെലിസ് ഫ്രെയിം ഷാസി എന്ന് പറയുന്നത് ഓൾ അറൗണ്ട് എല്ലാ ഇതിലും നല്ല സ്റ്റെബിലിറ്റി നൽകുന്നൊരു ഫ്രെയിമാണ് കേട്ടോ. പിന്നെ ഇവൻ്റെ സസ്പെൻഷനെ കുറിച്ച് പറയുമ്പോൾ ഷോവയുടെ സസ്പെൻഷനാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇത് നല്ല കോൺഫിഡൻസും നല്ല സ്റ്റെബിലിറ്റി നൽകുന്ന സസ്പെൻഷനാണ്. പിന്നെ നല്ല കംഫർട്ടും തരുന്ന സസ്പെൻഷനാണ് കേട്ടോ ഈ RR 310 നമ്മൾ വീഡിയോൻ്റെ ആരംഭത്തിൽ വന്ന പോലെ ആ റോഡില്ലാത്ത കണ്ടീഷനിൽ പോലും നല്ല സസ്പെൻഷൻ ഇത് തന്നിരുന്നു. പിന്നെ RR 310 എർഗണോമിക്സിലേക്ക് വരുമ്പോൾ നമുക്കൊരു ഫ്രണ്ടിലേക്ക് ആഞ്ഞിരിക്കുന്നൊരു സീറ്റിംഗ് പൊസിഷനാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഫുഡ് പ്ലേക്ക് കുറച്ച് പുറകോട്ടും ആയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ നല്ല റിലാക്സ്ഡ് ആയിട്ടുള്ള സീറ്റിംഗ് തന്നെയാണ് നമുക്കിതിൽ കിട്ടുന്നത്. പിന്നെ നല്ല വിഡ്ത്തുള്ള സീറ്റുകളായതുകൊണ്ട് തന്നെ നല്ല കംഫർട്ട് നമുക്ക് ഇരിക്കുമ്പോൾ കിട്ടുന്നുണ്ട്.
പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ ബില്ലിനെയറിൻ്റെ സീറ്റ് എന്ന് പറയുന്നത് കുറച്ച് ഹൈറ്റിലാണ്. പിന്നെ നമ്മൾ നേരത്തെ കാണിച്ചിരുന്നു കുറച്ച് വിഡ്ത്ത് കുറഞ്ഞ സീറ്റാണ്. അപ്പോൾ നമുക്ക് ബില്ലിനെയർക്ക് ഇതിൽ അധികം കംഫർട്ട് കിട്ടും നമുക്ക് തോന്നുന്നില്ല. എന്നാലും പുറകിലിരിക്കുന്ന ആളൊന്ന് ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കാനൊക്കെ പറ്റും. പക്ഷേ നമ്മൾ ത്രോട്ടിൽ കൊടുക്കുമ്പോൾ ആൾ ശ്രദ്ധിച്ചിരുന്നില്ല എന്നുണ്ടെങ്കിൽ താഴെ പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ വാഹനം ഓടിക്കുന്നവർ അത് കണ്ട് തന്നെ ഓടിക്കുക. നമ്മുടെ പുറകിൽ ഒരാളുണ്ടെന്നുള്ളതൊക്കെ ശ്രദ്ധിച്ച് ഓടിക്കുക. പിന്നെ നമ്മുടെ ഇന്ത്യയിൽ മാത്രം കണ്ടുവരുന്നൊരു ട്രെൻഡാണ് നമ്മുടെ 2 വീലറിൽ 1 സൈഡ് ഇരിക്കുക എന്നുള്ളത്. ഈ വാഹനത്തിൽ 1 സൈഡ് ഇരിക്കാന്ന് വിചാരിച്ചിട്ട് ഒരാളും ഇതിൽ സ്ത്രീകളെ കയറ്റാൻ നിർത്തണ്ട. വളരെ അപകടകരമായ ഒരു സിറ്റുവേഷൻ ആയിരിക്കും 1 സൈഡ് ഇരുന്ന് കഴിഞ്ഞാൽ. പിന്നെ നമ്മുടെ RR 310 വരുന്നത് റൈഡ് ബൈ വയർ ടെക്നോളജിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ആക്സലറേഷനിലൊക്കെ ഭയങ്കര റെസ്പോൺസ് ആണ് കിട്ടുന്നത്. നല്ല രീതിയിൽ തന്നെ കൈ കൊടുത്തു കഴിഞ്ഞാൽ അതായത് ഒരു ചെറിയ ഡിഗ്രിയിൽ പോലും ആക്സലേറ്റർ തിരിയുമ്പോൾ നല്ല രീതിയിൽ തന്നെ വണ്ടി കുതിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ RR 310 ബ്രേക്കിങ്ങിലേക്ക് വരുമ്പോൾ ഡ്യുവൽ ചാനൽ സപ്പോർട്ടുള്ള ബ്രേക്കിംഗ് ആണ് നമ്മുടെ RR 310 കൊടുത്തിരിക്കുന്നത്. അതിൽ പിന്നെ TVSന്റെ പേറ്റന്റ് ടെക്നോളജി ആയ പെറ്റൽ ഡിസ്ക് ബ്രേക്കാണ് കൊടുത്തിരിക്കുന്നത്. ഈ പെറ്റൽ ഡിസ്ക് ബ്രേക്കിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെറ്റൽ ഡിസ്ക് ബ്രേക്കിന്റെ റോട്ടർ പെട്ടെന്ന് കൂളാവുകയും ബ്രേക്കിംഗ് എഫിഷ്യൻസി കൂട്ടുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വണ്ടി നല്ല രീതിയിൽ പുഷ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ നല്ല ബ്രേക്കിംഗ് പവറും നല്ല ബ്രേക്കിംഗ് പെർഫോമൻസ് തന്നെയാണ് നമുക്ക് ഈ RR 310 നിന്ന് കിട്ടുന്നത്. പിന്നെ ഡ്യുവൽ ചാനൽ ABSന് പുറമെ നമ്മുടെ RR 310 ഒരു കോർണറിങ് ABS എന്ന് പറഞ്ഞ ടെക്നോളജിയും നമ്മുടെ TVS കൊടുത്തിട്ടുണ്ട്. ഇത് കോർണറിൽ നമുക്ക് ഈ വാഹനത്തിന് നല്ല സ്റ്റെബിലിറ്റി നല്ല കോൺഫിഡൻസും നൽകുന്നുണ്ട്. പിന്നെ നമ്മുടെ RR 310 ക്ലച്ചുകളിലേക്ക് വരുമ്പോൾ ഒരു സ്ലിപ്പർ അസിസ്റ്റീവ് ക്ലച്ചാണ് നമ്മുടെ TVS RR 310 കൊടുത്തിരിക്കുന്നത്. ഈ സ്ലിപ്പർ ക്ലച്ചിനൊപ്പം ഒരു ക്വിക്ക് ഷിഫ്റ്ററും കൂടി നമ്മുടെ TVS RR 310 കൊടുത്തിട്ടുണ്ട്. അതും ബൈഡയറക്ഷണൽ ക്വിക്ക് ഷിഫ്റ്റാണ്. നമുക്ക് അപ്പ് ചെയ്യാനായാലും ഡൗൺ ചെയ്യാനായാലും ക്വിക്ക് ഷിഫ്റ്റർ ഉപയോഗിക്കാം. എന്തായാലും ബൈഡയറക്ഷണൽ ക്വിക്ക് ഷിഫ്റ്റർ കൊടുത്തത് നല്ലതായിട്ട് തോന്നി. അതായത് സെഗ്മെന്റ് ഫസ്റ്റ് ആയിട്ടാണ് നമ്മൾ TVS ഇതിൽ ബൈഡയറക്ഷണൽ ക്വിക്ക് ഷിഫ്റ്റർ കൊടുത്തിരിക്കുന്നത്. നമുക്ക് അപ്പ് ചെയ്യാനായാലും ഡൗൺ ചെയ്യാനായാലും ക്വിക്ക് ഷിഫ്റ്റർ ഉപയോഗിക്കാം. അപ്പോൾ ക്ലച്ചിൻ്റെ ഉപയോഗം നല്ല രീതിയിൽ തന്നെ കുറയുന്നുണ്ട്. പിന്നെ ക്ലച്ചിൻ്റെ ഉപയോഗം വരുന്നത് നമുക്ക് സിഗ്നലിൽ വണ്ടി നിർത്തേണ്ടി വരുമ്പോഴോ അല്ലെങ്കിൽ ട്രാഫിക്കിൽ കുറച്ച് നേരം ഫസ്റ്റിലിട്ട് നിർത്തേണ്ടി വരുമ്പോഴൊക്കെയാണ് നമുക്ക് ക്ലച്ചിൻ്റെ ഉപയോഗം വരുന്നത്. പക്ഷേ ഈ ക്വിക്ക് ഷിഫ്റ്റർ ഉപയോഗിച്ച് പരിചയമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ പല സമയങ്ങളിലും ക്ലച്ച് ഉപയോഗിച്ച് തന്നെ ഗിയർ മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനും സാധിക്കാം. പിന്നെ ഈ വാഹനം ഒന്ന് ടേൺ ചെയ്തെടുക്കാനൊന്നും അധികം ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. നമുക്കിപ്പോൾ നിങ്ങൾക്ക് കാണാം അധികം പ്രയാസമില്ലാണ്ട് തന്നെ ടേൺ ചെയ്തെടുക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട്. പിന്നെ 4 റൈഡിംഗ് മോഡുകൾ കൂടിയാണ് കേട്ടോ നമ്മുടെ RR 310 വരുന്നത്. ഇതിൽ അർബൻ, റെയിൻ, സ്പോർട്ട്, ട്രാക്ക് എന്നിങ്ങനെ 4 റൈഡിംഗ് മോഡുകളാണ്. ഇതിൽ ആദ്യത്തെ 1000 കിലോമീറ്ററിൽ അർബൻ, റെയിൻ എന്നിങ്ങനെ 2 മോഡുകൾ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. ബാക്കി 2 മോഡുകളും ലോക്ക്ഡ് ആയിരിക്കും. നമ്മുടെ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഷോറൂമിൽ നിന്ന് അത് അൺലോക്ക് ചെയ്ത് തരും. ഇതിൽ അർബൻ, റെയിൻ മോഡുകളിൽ പവർ കുറച്ച് കുറവാണ് കേട്ടോ. അതായത് നമുക്ക് 38 PS ആണ് നമുക്ക് ഈ വാഹനത്തിൽ കിട്ടുന്നുണ്ടെങ്കിൽ ഒരു 36 PS നമുക്ക് ഈ അർബൻ, റെയിൻ മോഡുകളിൽ നമുക്ക് ഈ വാഹനത്തിൽ ലഭിക്കുകയുള്ളൂ. അത് നമുക്ക് തീരെ കുറവൊന്നും പറയാൻ പറ്റില്ല. ഒന്ന് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം പെർഫോമൻസ് ഈ അർബൻ, റെയിൻ മോഡുകളിൽ ലഭിക്കുന്നുണ്ട്. നമുക്ക് ഈ സ്പോർട്ട് മോഡിലേക്ക് കിട്ടുന്നതിനേക്കാളും ഒരു പൊടി കുറവെന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇവനെ സ്പോർട്ട് മോഡിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഇവൻ്റെ പെർഫോമൻസ് പെട്ടെന്ന് അങ്ങോട്ട് ഷിഫ്റ്റ് ആവും. വളരെ അഗ്രസീവായിട്ടുള്ള പെർഫോമൻസ് ആണ് നമ്മുടെ ഈ സ്പോർട്ട് മോഡിൽ കിട്ടിയിരിക്കുന്നത്. പിന്നെയുള്ളത് ട്രാക്ക് മോഡാണ്. ട്രാക്ക് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഗംഭീര പെർഫോമൻസ് ആണ്. പക്ഷേ ഇവൻ കുറച്ച് കയ്യിൽ നിന്ന് പോണ ഫീലാണ് ട്രാക്ക് മോഡിലുള്ളത്. പിന്നെ ട്രാക്ക് മോഡിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. ഇവനിൽ 2 ടൈപ്പ് സസ്പെൻഷൻ വരുന്നുണ്ട്. ഒരു അഡ്ജസ്റ്റബിൾ സസ്പെൻഷനുള്ളൊരു മോഡലും കൂടി ഇത് വരുന്നുണ്ട്. നമുക്ക് നോർമൽ യൂസിൽ ഈ ഫിക്സഡ് സസ്പെൻഷനുള്ള മോഡലായിരിക്കും ഉപയോഗിക്കാൻ നല്ലത്. പിന്നെ ട്രാക്കിലേക്ക് വരുമ്പോഴാണ് ഈ അഡ്ജസ്റ്റബിൾ സസ്പെൻഷനുള്ള മോഡൽ നമുക്ക് ഉപകാരപ്പെടുന്നത്. പിന്നെ RR 310 ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. ഒരു 5 ഇഞ്ചിൻ്റെ മൾട്ടി കളേർഡ് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററാണ് നമ്മുടെ RR 310 വന്നിരിക്കുന്നത്. ഇവൻ്റെ വിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ അപാര വിസിബിലിറ്റിയാണ്. പിന്നെ ഇതിൽ കൊടുക്കാത്ത ഒരു കാര്യങ്ങളും തന്നെ ഇല്ല എന്നാണ് TVS പറയുന്നത്. പിന്നെ TVSൻ്റെ സ്മാർട്ട് ടെക്സ് കണക്ടിവിറ്റി എന്നുള്ളൊരു കണക്ടിവിറ്റിയും കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നാവിഗേഷനും ഫോൺ കണക്ഷനൊക്കെ ഇതിൽ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്.
പിന്നെ നമ്മുടെ RR310 ടി വി എസിൻ്റെ ഒരു പേറ്റന്റ് ടെക്നോളജി GTT എന്നൊരു സംഭവം കൂടി ഉണ്ട് കേട്ടോ. അതായത് ഗ്ലൈഡ് ത്രൂ ട്രാഫിക് എന്ന് പറഞ്ഞൊരു സംഭവം. അതായത് ഇതിൻ്റെ ഫസ്റ്റ് ഗിയറിൽ നമുക്ക് ത്രോട്ടിലൊന്നും കൊടുക്കാതെ 11 കിലോമീറ്റർ സ്പീഡിലും, സെക്കൻഡ് ഗിയറിൽ 17 കിലോമീറ്റർ സ്പീഡിലും, തേർഡ് ഗിയറിൽ 25 കിലോമീറ്റർ സ്പീഡിലും, ഫോർത്ത് ഗിയറിൽ 29 കിലോമീറ്റർ സ്പീഡിലും, ഫിഫ്ത്ത് ഗിയറിൽ 33 കിലോമീറ്റർ സ്പീഡിലും, സിക്സ്ത് ഗിയറിൽ 37 കിലോമീറ്റർ സ്പീഡിലും നമുക്ക് ത്രോട്ടിലൊന്നും കൊടുക്കാതെ ഈ വാഹനത്തിന് ഇങ്ങനെ പോകാൻ സാധിക്കും. പിന്നെ സിക്സ്ത് ഗിയറിൽ നമുക്ക് ഈ 37 കിലോമീറ്റർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ അവൻ മുകളിലേക്ക് കുതിച്ച് കയറുന്നുണ്ട്. ഈ GTT അവിടെ ഉപകാരപ്പെടാന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാഫിക്കിൽ നമ്മൾ പതിയെ ഓടിക്കേണ്ട സമയങ്ങളിൽ നമ്മൾ ആക്സിലേറ്റർ കൊടുത്ത് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. GTT ഉള്ളത് കൊണ്ട് നേരത്തെ പറഞ്ഞ സ്പീഡുകളിൽ ആ ഗിയറുകളിലും ഈ വാഹനം ചലിച്ചുകൊണ്ടിരുന്നോളും. അപ്പോൾ നമുക്ക് ട്രാഫിക്കിൽ കുറേ എഫേർട്ട് കുറയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ ഒരു ചോദ്യം ഉയർന്നു വരാന്ന് വെച്ചാൽ ഇവന് വൈബ്രേഷൻ ഉണ്ടോന്നാണ് കേട്ടോ. ഇവനൊരു 312 cc സിംഗിൾ സിലിണ്ടർ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ സിംഗിൾ സിലിണ്ടറിൻ്റെതായ വൈബ്രേഷൻ ലെവലുണ്ട്. പക്ഷേ അത്ര അധികമായിട്ട് കിട്ടുന്നില്ല കേട്ടോ. നമുക്ക് ചെറിയ വൈബ്രേഷൻ ആ എൻഡ് വെയിറ്റിൻ്റെ അറ്റത്തായിട്ട് നമുക്ക് കിട്ടുന്നുള്ളൂ. ബാക്കി വേറെ റാറ്റ്ലിംഗ് സൗണ്ടുകളോ ഒന്നും തന്നെ നമ്മുടെ വാഹനത്തിൽ നമുക്ക് കിട്ടുന്നുമില്ല. പിന്നെ എനിക്ക് ഇവനിൽ ഭയങ്കര ഇഷ്ടമായെന്ന് വെച്ചാൽ ഇവൻ്റെ റിയർ വ്യൂ മിററുകളാണ് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് ഫ്രണ്ടിലേക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം, എൻ്റെ ഷോൾഡർ ഈ മിററിൻ്റെ ഒരു കാൽ ഭാഗമേ കവർ ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാ വശത്തു നിന്നും നല്ല വിസിബിലിറ്റിയാണ് ഇവൻ തരുന്നത്. അത് ഇവൻ്റെ എസ്തെറ്റിക് ഭാഗത്തു നിന്നായാലും വിസിബിലിറ്റി ഭാഗത്തു നിന്നായാലും നല്ല ഫീഡ്ബാക്ക് തന്നെയാണ് ഈ മിററുകൾ തന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ RR310 കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വാട്സപ്പ് ചെയ്യാം, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കാര്യങ്ങൾ ചോദിക്കാം. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പരമാവധി ശ്രമിക്കുന്നതാണ്. പിന്നെ നമ്മുടെ ഈ RR310 നമുക്ക് ടെസ്റ്റ് ഡ്രൈവിനും റിവ്യൂവിനായിട്ട് തന്നിരിക്കുന്നത് നമ്മുടെ കുരിയച്ചിറയിലുള്ള തൃശ്ശൂർ TVS എന്നൊരു ഷോറൂമാണ്. നമ്മുടെ തൃശ്ശൂരിലെ ഏറ്റവും വലിയ TVSൻ്റെ ഷോറൂം കൂടിയാണിത്. പിന്നെ ഈ തൃശ്ശൂർ TVSൻ്റെ എല്ലാ വാഹനങ്ങളും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറീസ് ഒക്കെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വാഹനം എടുക്കാനുള്ള താല്പര്യം ഉണ്ടെങ്കിലോ ഇവരുടെ കോൺടാക്ട് നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഞാൻ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ചേർക്കാം. അപ്പോൾ നമ്മുടെ TVSനെ കുറിച്ച് നമുക്ക് അധികം പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഒരുപാട് കാലങ്ങളായിട്ട് ഇന്ത്യയിൽ ഒരുപാട് നല്ല ബൈക്കുകളെ വിറ്റിരുന്ന ഒരു കമ്പനിയാണ് നമ്മുടെ TVS. നമ്മുടെ ആദ്യ കാലം മുതൽ ഇറങ്ങിയ അപ്പാച്ചെ മുതൽ ഇപ്പോൾ ഈ 310 RR വരെ നല്ല മികച്ച വാഹനങ്ങളാണ് നമ്മുടെ TVS ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നതും വിറ്റുകൊണ്ടിരിക്കുന്നതും. അപ്പോൾ TVSൻ്റെ കയ്യിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സ്പോർട്സ് ബൈക്ക് തന്നെയാണ് നമ്മുടെ RR310. ഒരു അപ്പർ ക്വാർട്ടർ ലിറ്റർ ക്ലാസ്സിൽ വാങ്ങാൻ പറ്റിയൊരു ബെസ്റ്റ് വാഹനം തന്നെയാണ് നമ്മുടെ RR310. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ RR310 വിശേഷങ്ങൾ. ഇനി RR310 വില ഞാൻ പറയാം. 2,76,000 രൂപ മുതൽ 2,93,000 രൂപ വരെയാണ് RR310 വിലയുള്ളത്. ഇതിൽ 2,76,000 രൂപ എന്ന് പറയുന്നത് ഇതിൽ ക്വിക്ക് ഷിഫ്റ്റർ ഇല്ലാത്തൊരു വേരിയൻറ്റിൻ്റെ വിലയാണ് 2,76,000. അത് ക്വിക്ക് ഷിഫ്റ്റർ വരുമ്പോൾ 2,93,000 രൂപയാണ് വരുന്നത്. അപ്പോൾ പേഴ്സണലി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ എടുക്കുകയാണെങ്കിൽ എടുക്കുന്നത് 2,93,000 രൂപ വരുന്ന ആ ക്വിക്ക് ഷിഫ്റ്ററുള്ള മോഡലാണ്. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് റൈഡിങ്ങിൽ ക്ലച്ചിൻ്റെ ഉപയോഗമേ വരുന്നില്ല. നമ്മുടെ ഈ കൈ എപ്പോഴും ഫ്രീ ആയിരിക്കും. അത് നമുക്ക് വണ്ടി നിർത്തേണ്ടി വരുമ്പോൾ മാത്രമാണ് നമുക്ക്, അതായത് ഫസ്റ്റിലിട്ടിട്ട് സിഗ്നലിൽ നിൽക്കേണ്ട സമയം മാത്രമാണ് നമുക്ക് ക്ലച്ച് പിടിക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. അത് അല്ലെങ്കിൽ നമുക്ക് ബൈ ഡയറക്ഷനിലായിട്ട് ക്വിക്ക് ഷിഫ്റ്റ് ഉള്ളതാണ്. അപ്പോൾ ഈ ഏറ്റവും പുതിയ RR310 വിശേഷങ്ങൾക്ക് ഇത്രയൊക്കെയാണ്. ഇനി ഞാൻ സ്ഥിരം പറയാറുള്ളത് പോലെ നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസിന് നിങ്ങളുടെ സപ്പോർട്ട് മാക്സിമം ഉണ്ടെങ്കിൽ മാത്രമാണ് അടുത്ത വാഹനത്തിൻ്റെ വിശേഷങ്ങളായിട്ട് നമുക്ക് ഏറ്റവും അടുത്ത് തന്നെ വരാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട്, ലൈക്കും ഷെയറും സബ്സ്ക്രിപ്ഷനൊക്കെ ആയിട്ട് എന്നെ അറിയിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പുതിയ വാഹനങ്ങൾ ഏറ്റവും അടുത്ത സമയങ്ങളിൽ തന്നെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു പുതിയ വാഹനത്തിൻ്റെ റിവ്യൂ ആയിട്ട് വരുന്നവരെ നമുക്ക് കാണാം. ബൈ.